ദിശകളറിയാതുലയും വളരും മനസ്സുകൾക്കഭയം താതൻ നൽകും വചനം. ക്രിസ്തു അഭിഷേകത്തിന്റെ പങ്കുപറ്റുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ്റെ ഒരു യാത്രാ വിവരണമാണ് 31-ാം വാക്യത്തിൽ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. അവൻ വീണ്ടും ടയർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദിക്കാപ്പൊലിസ് പ്രദേശത്തുകൂടി ഗലീലേ കടൽ തീരത്തേക്ക് പോയി എന്ന്. യേശുനാഥൻ്റെ ജീവിതം ഒരു യാത്രാ സമ്പൂർണതയാണ്. ഓരോ യാത്രയും മറ്റുള്ളവരുടെ സൗഖ്യ സമ്പൂർണതയായി മാറുന്നു. ബധിരനും മൂകനുമായ ഒരുവനെ അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കണമെന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടു. യേശു അവനെ മാറ്റി നിർത്തിയിട്ട് അവൻ്റെ ചെവികളിൽ വിരലിട്ട് തുപ്പലുകൊണ്ട് അവൻ്റെ നാവിൽ സ്പർശിച്ചുകൊണ്ട് എഫ്ഫാത്ത തുറക്കപ്പെടട്ടെ എന്ന് പറഞ്ഞു. അവൻ പൂർണ്ണ സുഖമുള്ളവനായി സൗഖ്യപ്പെട്ടവനായി. അതിനു മധ്യേ കർത്താവ് ചെയ്ത ഒരു പ്രവൃത്തി, അവൻ സ്വർഗത്തിലേക്ക് നോക്കി നെടുവീർപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒന്നാമതായി ക്രിസ്തു യാത്രയുടെ സമ്പൂർണത. യേശു ക്രിസ്തുവിലേക്ക് വളരുന്ന ദൈവപുത്രനാണ്. യേശു എന്നത് രക്ഷകനെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ക്രിസ്തു എന്നത് അഭിഷേകം ചെയ്യപ്പെട്ടവൻ എന്ന്. രക്ഷകനായവൻ അഭിഷേകത്തിലേക്ക് നടത്തുന്ന യാത്രയുടെ പേരാണ് സുവിശേഷം. അതിനാൽ തന്നെ യേശുനാഥൻ രക്ഷകനാണ്. ആ രക്ഷകനായ യേശുനാഥൻ്റെ അഭിഷേക ചൈതന്യം, ക്രിസ്തു ചൈതന്യം പാപികളായ, രോഗികളായ, വേദനിക്കുന്നവരായ മക്കളിലേക്ക് കർത്താവ് ചൊരിയുന്നതാണ് ക്രിസ്തു യാത്രയുടെ സമ്പൂർണത, ക്രിസ്തുനാഥൻ്റെ സമ്പൂർണത. രണ്ടാമതായി യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയുടെ പൂർണ്ണത. കർത്താവായ യേശുനാഥൻ്റെ രോഗശാന്തി ശുശ്രൂഷ ശരീരത്തിനെയും ആത്മാവിനെയും ഒരുപോലെ സ്പർശിക്കുന്നതാണ്. ഒപ്പം യേശുനാഥൻ്റെ രോഗശാന്തി ശുശ്രൂഷ തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടം കൂടിയാണ്. ഓരോ മനുഷ്യനുമുള്ള രോഗത്തെ ക്രിസ്തുനാഥൻ പാപമായാണ് കാണുന്നത്. കർത്താവ് എപ്പോഴും പറയും, മേലിൽ നീ പാപം ചെയ്യരുത്. ഇവിടെ ക്രിസ്തുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷ അവൻ്റെ ചെവികളിൽ കരങ്ങളിട്ടുകൊണ്ടും നാവിൽ തുപ്പൽ തൊട്ടുകൊണ്ടുമാണ്. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ നിന്നുമാണ്, ക്രിസ്തുവിൽ നിന്നുമാണ്, ക്രിസ്തുവിൻ്റെ അഭിഷേകത്തിൽ നിന്നുമാണ് കർത്താവ് ഓരോ രോഗശാന്തിയും നൽകിയിട്ടുള്ളത്. അതിനാൽ തന്നെ രോഗശാന്തിക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹം ക്രിസ്തു അഭിഷേകത്തിന് വേണ്ടിയുള്ള നമ്മുടെ ദാഹമായി നാം മാറ്റേണ്ടതുണ്ട്, നമ്മിൽ രൂപപ്പെടേണ്ടതുണ്ട്. മൂന്നാമതായി നമ്മുടെ വിശ്വാസം മാറ്റം വരുത്തുന്ന വിശ്വാസമാകണം. എന്നെ ഞാനാക്കി തീർത്തിരിക്കുന്ന ലോകത്തിൻ്റെ ബന്ധന കെട്ടുകളിൽ നിന്നും, കഷ്ടത്തിൻ്റെ പാടുകളിൽ നിന്നും, മുറിവുകളിൽ നിന്നും നാം മാറേണ്ടതുണ്ട്. ഞാനായിരിക്കുന്നത് ക്രിസ്തുവിലൂടെ ആകണം എന്ന് പൗലോസ്ലീഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ കൃപയാലാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഓരോ ദിനവും മാറുവാൻ ദൈവം കഴിവ് നൽകിയിട്ടുണ്ട്. സത്യത്തിൽ നമുക്ക് ക്രിസ്തുവിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ പേരാണ് സൗഖ്യം. ക്രിസ്തുവിൻ്റെ സ്പർശനം നമ്മുടെ ഇന്ദ്രിയങ്ങളിൽ നാം അനുഭവിക്കുന്നതിൻ്റെ പേരാണ് സൗഖ്യം. ക്രിസ്തുവിനാൽ സ്പർശിക്കപ്പെടുവാൻ നാം നടത്തുന്ന സമർപ്പണത്തിൻ്റെ പേരാണ് സൗഖ്യം. അതിന് പരമപ്രധാനമായി നാം വിശ്വാസത്തിന് നൽകുന്ന പ്രാധാന്യം വളരെ വിലയുള്ളതാണ്. വിശ്വാസത്തിന് പ്രാധാന്യം നൽകി മാറ്റത്തിന് വേണ്ടി നാം ക്രിസ്തുവിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയവും ഇന്ദ്രിയങ്ങളും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് തുറന്നു വയ്ക്കാം. ക്രിസ്തു പിതാവിലേക്ക് നോക്കി നെടുവീർപ്പെട്ടതുപോലെ നമുക്ക് ക്രിസ്തുവിലേക്ക് നോക്കി നെടുവീർപ്പെടാം. ഒടുവിൽ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിനോട് പറയട്ടെ, എഫ്ഫാത്ത തുറക്കപ്പെടട്ടെ, ഇവൻ ദൈവത്തിൻ്റെതായി മാറട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എഫ്ഫാത്ത എഫ്ഫാത്ത, ഗലീലിലുയർന്ന വചനം. എഫ്ഫാത്ത എഫ്ഫാത്ത, ഗലീലിലുയർന്ന വചനം.
ആത്മീയ ബധിരത മാറ്റും ആശ്വാസമേകും വചനം ശ്രവിക്കാം ഹൃദയമൊരുക്കാം ഈ ജീവിതത്തിൽ പകർത്താം എഫ്ഫാത്താ എഫ്ഫാത്താ ഗലീലിലുയർന്ന വചനം. കഥനമേറും വനിയിൽ ആശയില്ലാതലയും കഥനമേറും വനിയിൽ ആശയില്ലാതലയും മനുഷ്യമക്കൾക്കഭയം കരുണയേകും വചനം പുതുജീവനേകിയുണർത്തും പാവന സ്നേഹവചനം പുതുജീവനേകിയുണർത്തും പാവന സ്നേഹവചനം എഫ്ഫാത്താ എഫ്ഫാത്താ ഗലീലിലുയർന്ന വചനം. ഇരുളുമൂടും വഴിയിൽ ദിശകളറിയാതുലയും ഇരുളുമൂടും വഴിയിൽ ദിശകളറിയാതുലയും വളരും മനസ്സുകൾക്കഭയം താതൻ നൽകും വചനം പറുദീസ നൽകി നയിക്കും ആത്മസായുജ്യവചനം പറുദീസ നൽകി നയിക്കും ആത്മസായുജ്യവചനം എഫ്ഫാത്താ എഫ്ഫാത്താ ഗലീലിലുയർന്ന വചനം എഫ്ഫാത്താ എഫ്ഫാത്താ ഗലീലിലുയർന്ന വചനം ആത്മീയ ബധിരത മാറ്റും ആശ്വാസമേകും വചനം ശ്രവിക്കാം ഹൃദയമൊരുക്കാം ഈ ജീവിതത്തിൽ പകർത്താം എഫ്ഫാത്താ എഫ്ഫാത്താ ഗലീലിലുയർന്ന വചനം.